ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റെടുത്തതിനു ശേഷം ചൊവ്വാഴ്ച ദേശീയ കടത്തിന്റെ പരിധിയിൽ അമേരിക്ക എത്താതിരിക്കാൻ തന്റെ ട്രഷറി വകുപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൻ പറഞ്ഞു. ജനുവരി 14-നും ജനുവരി 23-നും ഇടയിൽ അമേരിക്ക അതിന്റെ ഏകദേശം $36 ട്രില്യൺ കടത്തിന്റെ പരിധിയിൽ എത്തുമെന്ന് വെള്ളിയാഴ്ച കോൺഗ്രസിന് അയച്ച കത്തിൽ യെല്ലൻ വിശദീകരിച്ചു. ഈ സാധ്യത ഒഴിവാക്കാൻ കോൺഗ്രസും പ്രസിഡന്റും വീണ്ടും കടത്തിന്റെ പരിധി ഉയർത്താൻ സമ്മതിക്കുന്നത് വരെ സിവിൽ സർവീസ് റിട്ടയർമെന്റ് അക്കൗണ്ടുകളിലേക്കുള്ള പേയ്മെന്റുകൾ താൽക്കാലികമാക്കി നിർത്തുകയാണ് ഉൾപ്പെടെയുള്ള നിരവധി അക്കൗണ്ടിംഗ് തന്ത്രങ്ങൾ ട്രഷറി വകുപ്പ് ഉപയോഗിക്കുമെന്ന് യെല്ലൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കയുടെ കടബാധ്യത 3 തവണ ഉയർത്തിയിരുന്നു. കഴിഞ്ഞ മാസം സ്റ്റോപ്പ് ഗ്യാപ് ചെലവ് ബില്ലിൽ മറ്റൊരു വർധനവ് ഉൾപ്പെടുത്താൻ ട്രംപ് ഹൗസ് റിപ്പബ്ലിക്കന്മാരും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അതേസമയം സമീപ വർഷങ്ങളിൽ കടത്തിന്റെ പരിധി പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്തു. യെല്ലന് പകരമായി ട്രംപ് തെരഞ്ഞെടുത്ത സ്കോട്ട് ബെസൻ ട്രംപ് നിർദ്ദേശിച്ചാൽ കടത്തിന്റെ പരിധി റദ്ദാക്കാൻ കോൺഗ്രസുമായി സഹകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാട്ടുതീയിൽ കത്തിയെരിയുന്ന അമേരിക്കയുടെ കടബാധ്യത ഇനിയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇനി എന്തെല്ലാം അനിഷ്ടങ്ങളായിരിക്കാം അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്നതെന്നും വളരെയധികം പ്രസിദ്ധമായ ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ വളരെയധികം നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞു. ഈ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കടങ്ങളെങ്കിലും അമേരിക്ക എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അമേരിക്കയ്ക്ക് മുന്നിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇനി ഒട്ടും വൈകാതെ തന്നെ ലോകരാജ്യങ്ങളെ പിടിച്ചു വിഴുങ്ങാനുള്ള സാധ്യതകളും വർദ്ധിച്ചു വരുന്നു.